സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രപ്പണികളെ നോക്കി നടക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 7-29 ഈ വചനം പറയുമ്പോൾ ഇത് സത്യമാണെന്ന് ബോധ്യം വരുത്തത്തക്ക നിലകളിലൊരു ചെറിയ ഒരു കഥ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഥയുടെ പിന്തുണയില്ലാണ്ട് തന്നെ ഇതൊരു സത്യമാണ്. ദൈവം മനുഷ്യനും സുബോധവും ബുദ്ധിയും എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പ്രായോഗിക പരിജ്ഞാനമില്ലാത്തവരായി മനുഷ്യൻ മാറാറുണ്ട്. ഒരിക്കൽ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഒരു വനപ്രദേശത്തൂടെ നടക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ഒരു കിണറിൻ്റെ രണ്ടറ്റത്തും അതിൻ്റെ ആ വെള്ളം കോരുന്ന രണ്ട് കഴയുടെ അല്ലെങ്കിൽ ആ തൊട്ടിയിടുന്ന സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒരു കഴ കൊണ്ടിങ്ങനെ പൊക്കി ഉയർത്താൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ കൗതുകമായിട്ട് തോന്നി, ഇവരെന്നാ ചെയ്യുന്നത്? കാരണം കിണർ പൊക്കിക്കൊണ്ടു പോകുന്ന നിലയിലാണ് അവർ രണ്ട് സൈഡിൽ നിന്ന് ഈ കിണർ പൊക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കിണർ ഉയർത്തിക്കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ എടുത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു കിണറില്ല, ഇതൊരു അത്ഭുത കിണറാണെന്ന് പറഞ്ഞു. ഉടനെ ആ ജ്ഞാനിയായ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നിങ്ങളിതിൽ കണ്ട അത്ഭുതം എന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങ് ഇതൊന്ന് പരിശോധിക്കുക, ഇതിലെ വെള്ളത്തിന് മധുരമുള്ളതാണ്. നമ്മുടെ നാട്ടിലെ വെള്ളമൊക്കെ സാധാ കുടിക്കാൻ കൊള്ളാം എന്നുള്ളതിനല്ലാതെ മധുരമില്ല, പക്ഷെ ഇതിന് നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ആ വെള്ളം രുചിച്ച് നോക്കിയപ്പം അദ്ദേഹത്തിന് മധുരം ഒന്നും അനുഭവപ്പെട്ടില്ല. സാധാ വെള്ളം പോലെ തന്നെയാണ് തോന്നിയത്. ഉടനെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കുമല്ലോ ചെയ്തു എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും കഴിച്ചില്ല, പിന്നെ ആ മരത്തിലെ 5-6 കായ കടിച്ച് കുറച്ച് തിന്നാർന്നു പറഞ്ഞു. അദ്ദേഹം അത് നോക്കിയപ്പോൾ നെല്ലിക്കയാണ്. അപ്പം നെല്ലിക്ക ചവച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ ഒരു മധുരം അനുഭവിക്കുമല്ലോ. അതാണ് ഇവർ പറയുന്ന ഈ കിണറിലെ മധുരത്തിൻ്റെ രഹസ്യമെന്ന് ആ ജ്ഞാനിയായ മനുഷ്യന് മനസ്സിലായി. വിഡ്ഢികളായ ഇവർ ജീവിച്ചാൽ വലിയ പരാജയമായി തീരുമെന്ന് മനസ്സിലാക്കി ഇവരോട് സഹതാപം തോന്നിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ നെല്ലിക്ക തിന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ മധുരമായിട്ട് ഈ വെള്ളം തോന്നിയത്. മാത്രമല്ല, കിണർ അങ്ങനൊന്നും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര തകർച്ചയും നാശവും ഉണ്ടാവും. ഞാൻ ജ്ഞാനിയായ ഒരു മനുഷ്യനാണ്, നിങ്ങൾക്ക് വേണ്ട ബുദ്ധിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു, ഗുരുവേ, ഞങ്ങളെ ആരും പഠിപ്പിക്കാനില്ല, എല്ലാവരും ഞങ്ങൾ മണ്ടന്മാരെന്നാണ് പറയണേ. ഞങ്ങൾ സത്യത്തിൽ ഗുരുവേ മണ്ടന്മാരാണോ? പക്ഷെ ഞങ്ങളെ ആരും പഠിപ്പിക്കാനില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, നിങ്ങളെ നല്ല ജ്ഞാനികളാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറി. അങ്ങനെ ഈ ഗുരുവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഗുരു ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കും. അവരതെല്ലാം തലയാട്ടി കേൾക്കും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു ഒരു കുതിരയെ വാങ്ങി. അത് പഴയ കാലമാണ്, ഒത്തിരി പഴയ കാലമാണ്. അപ്പോൾ ആ കുതിരപ്പുറത്ത് ഗുരു ഇരിക്കും, ശിഷ്യന്മാർ കൂടെ നടക്കും. അപ്പോൾ ഒരു ദിവസം ഈ ഗുരുവും കുതിരപ്പുറത്തിരിക്കുന്നു, ശിഷ്യന്മാർ കൂടെ നടക്കുമ്പോൾ ഭയങ്കര കാറ്റടിച്ചപ്പോൾ ഗുരുവിൻ്റെ നേരിയത്, പഴയകാലത്തെ അധ്യാപകരൊക്കെ ഇടുന്ന പോലെ, ഗുരുക്കന്മാർ ധരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഷാള് പോലെ നേരിയത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അത് പറന്നുപോയി. ഗുരു അത് അറിഞ്ഞില്ല. ശിഷ്യന്മാരത് കണ്ടിട്ടും അവരാരും അനങ്ങാനും പോയില്ല. ഒത്തിരി സമയം കഴിഞ്ഞപ്പോൾ
ഗുരുവിന് പെട്ടെന്ന് തൻ്റെ കഴുത്തിൽ നേരിയതില്ല അല്ലെങ്കിൽ ഷാളില്ല എന്ന് ബോധ്യം വന്നു. ഉടനെ ഗുരു ചോദിച്ചു, എൻ്റെ ഷാൾ നിങ്ങളാരും കണ്ടായിരുന്നോ? എൻ്റെ നേരിയത് നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞങ്ങൾ കണ്ടായിരുന്നു, കുറച്ച് മുമ്പ് അത് കാറ്റത്ത് പറന്നുപോയി എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നിങ്ങളെന്താ അത് എടുക്കാഞ്ഞതെന്ന് ദേഷ്യപ്പെട്ടു. ഉടനെ അവർ പറഞ്ഞു, ഗുരു, ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. അങ്ങ് ഞങ്ങളടുത്ത് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാം പഠിപ്പിക്കാമെന്ന് പറഞ്ഞല്ലേ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ കൂട്ടത്തിൽ കൂട്ടിയത്? എന്നിട്ടിപ്പോൾ എന്നാ അങ്ങ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്? എല്ലാവരും പെരുമാറുന്ന പോലെ തന്നെ അങ്ങ് ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണോ? ഞങ്ങൾ മണ്ടന്മാരാണെന്നാണോ അങ്ങ് വിചാരിക്കുന്നു? ഗുരുവിന് തൻ്റെ ബുദ്ധിമോശം മനസ്സിലായി. എങ്കിലും പറഞ്ഞു, നോക്കൂ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ അത് പഠിപ്പിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം പഠിച്ചോണം, എന്ത് പോയാലും എന്ത് താഴെ വീണാലും നിങ്ങളത് ഉടനെ എടുത്തിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഗുരു ഇങ്ങനെ വേണം, ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചാൽ ഞങ്ങളതെല്ലാം പഠിക്കും. ഇതിപ്പം അങ്ങ് പഠിപ്പിക്കാഞ്ഞുകൊണ്ടല്ലേ, ഇനി ഞങ്ങൾ അത് ചെയ്തോളാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുതിര ചാണകം ഇട്ടു. ഒരു ശിഷ്യൻ പെട്ടെന്ന് ഭവ്യതയോടെ പോയി കൈ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ആ ചാണകം കയ്യിലെടുത്തിട്ട് ഗുരുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഗുരു, കുതിര ചാണകം ഇട്ടു, ഇതാണത് എന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ട് കാണിച്ചു. ഗുരുവിന് ദേഷ്യമായി. ഗുരു പറഞ്ഞു, കുതിര ചാണകമൊന്നും എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഗുരു ഇങ്ങനെ പെരുമാറരുത്. ഞങ്ങളോട് പറഞ്ഞത് എന്താണ്? നാളെ നേരിയത് പോയപ്പോൾ എടുക്കാഞ്ഞെന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ എന്ത് പോയാലും എടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ? ഗുരു പറഞ്ഞു, ശരി. ഗുരുവിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഗുരു പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി ഞാനൊരു ലിസ്റ്റ് തരാം. ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ നിലത്ത് വീഴുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കണം, അല്ലാത്തത് എടുക്കരുതെന്ന് പറഞ്ഞു. ഗുരു, അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ ഞങ്ങളത് നന്നായി പഠിച്ചോളാം. ഇനി അങ്ങ് ലിസ്റ്റ് തന്നിട്ട് ഞങ്ങളത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഗുരു പഴയ ഗുരുവല്ലേ, അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിക്കോ, നേരിയത്, മുറുക്കാൻ ചെല്ലും, കണ്ണാടി, പിന്നെ പേന, ഇങ്ങനെ ഗുരു ഒരു 10-12 സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു. അതെല്ലാം അവരെഴുതി. അവരത് കാണാതെ പഠിച്ചു. കാണാതെ പഠിക്കുന്നെങ്കിലും എല്ലാം അത് ഓർക്കാതിരിക്കും, മറന്നു പോകാനുള്ള സാധ്യത കൊണ്ട് അവരതൊരു പേപ്പറിനകത്താക്കി എഴുതിയിട്ട് അത് കൊണ്ട് നടക്കും. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പരിശോധിക്കും. പഠിച്ചുകൊണ്ടും കൂടിയാണ് നടക്കുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. അവർ മൊത്തം പഠിച്ചിട്ടില്ല. എങ്കിലും പിന്നെയും ഗുരു അതേവരെ ഓരോന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഇറങ്ങുമായിരുന്നു കുതിര. പെട്ടെന്ന് കുതിരയുടെ കാലൊന്ന് തെറ്റിയ സമയത്ത് ഈ ഗുരു കുതിരയുടെ പുറത്തു നിന്ന് തെറിച്ച് അപ്പുറത്തൊരു കുഴിയിൽ ചെന്ന് വീണു. അവിടെ ആ കുഴി കിടന്നുകൊണ്ട് ഗുരു പറഞ്ഞു, എന്നെ ഇവിടുന്ന് എടുക്കോ എന്ന് കരഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, ഒരു നിമിഷം, ഞങ്ങൾ അങ്ങയുടെ നല്ല ശിഷ്യന്മാരാണ്, നാളെ വഴക്ക് കേൾക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചോട്ടെ. അപ്പോൾ ലിസ്റ്റ് അവർ വായിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ഇരുന്ന് വായിച്ചു. മുറുക്കാൻ ചെല്ലം, കണ്ണാടി, പാക്കുവെട്ടി, പേന, നേരിയത്, ഇങ്ങനൊരു 12 കാര്യങ്ങളുടെ ലിസ്റ്റ് അതിലുണ്ട്. അവർ തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ചപ്പം അതിനകത്ത് അവർക്ക് അവിടെ എങ്ങും ഗുരു എന്നൊരു വാക്ക് കണ്ടില്ല. അപ്പോൾ ഇപ്പം നിലത്ത് കിടക്കുന്ന ഗുരുവാണ്. അപ്പോൾ ഗുരുവോട് എടുക്കോ, എന്നെ എടുക്കോ, രക്ഷിക്കോ എന്ന് പറയുമ്പം അവരവസാനം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗുരുവേ, അത് ലിസ്റ്റിലില്ല. നോക്കൂ, ഇതൊരു തമാശ പോലെ തോന്നുന്ന ഒരു കഥയാണ്. പക്ഷേ ഇതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കെല്ലാവർക്കും ദൈവം ബുദ്ധിയും ജ്ഞാനവും കഴിവും പ്രാപ്തിയും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാ ദൈവം നമ്മളെ പഠിപ്പിച്ചത്? ദൈവം എന്തിനാ അത്ര സാഹചര്യത്തിലൂടെ നടത്തിയത്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു ചിന്തയുമില്ലാതെ അനുവർത്തിക്കാനല്ല. മതം പറഞ്ഞ കാര്യങ്ങളുണ്ടാവാം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടാവാം, അനുഭവത്തിൽ നിന്ന് പഠിച്ചതുണ്ടായിരിക്കാം, മറ്റുള്ളവർ പറഞ്ഞു കേട്ട കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതേത്, പകർത്തേണ്ടാത്തതേത്, ശരിയേത്, തെറ്റേത് എന്നുള്ളതിനൊരു സുബോധം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
മുമ്പേ ഞാൻ പറഞ്ഞ ആ കഥയിലെ വിഡ്ഢികളായ ശിഷ്യന്മാരെ പോലെ എന്തെങ്കിലുമൊക്കെ കാണാപ്പാഠം പഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞത് അതുപോലെ ചെയ്യുന്നതിന് പകരം അല്പം പരിജ്ഞാനം ഉപയോഗിച്ച് സുബോധം ഉപയോഗിച്ചിട്ട് ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യണോ, ശരിക്കും ഞാൻ അങ്ങനെ പ്രവർത്തിക്കണോ, ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അല്പം പരിജ്ഞാനത്തോടും സുബോധത്തോടും നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും, എന്താ ഇതിൻ്റെ അർത്ഥം, ഇതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ചിലപ്പോൾ നമ്മുടെ മതം പറഞ്ഞു തരുന്നതാവാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാവാം. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ, സുബോധത്തിന് ചേരാത്ത, ബുദ്ധിക്ക് ചേരാത്ത, വിവേകം അനുവദിക്കാത്ത, കേവലം വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. സുബോധത്തോടും പരിജ്ഞാനത്തോടും നല്ലത് മാത്രം ചെയ്യാനാണ്. അങ്ങനെ ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു.